ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ, സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പോരാട്ടം ഈ വരും ദിവസങ്ങളിൽ സഭയോടും പരിശുദ്ധ സിംഹാസനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തർക്കും അവരുടെ കഴിവിനനുസരിച്ച് തീക്ഷ്ണമായി ഒരുമിച്ച് മുന്നേറാം. ചിലർക്ക് നേരിട്ട് മുൻപോട്ടിറങ്ങാം, ചിലർക്ക് പ്രാർത്ഥനയിലൂടെ ഏവരെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ചിലർക്ക് യൂട്യൂബ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ വിശ്വാസികളിലേക്ക് യഥാർത്ഥ രേഖകൾ അടങ്ങുന്ന ഇൻഫർമേഷൻ എത്തിക്കുകയും തെറ്റായ ധാരണകൾ തിരുത്താനും സാധിക്കും. ഇങ്ങനെ ചെയ്യുവാൻ താല്പര്യവും കഴിവുമുള്ളവരെ വേണ്ട രീതിയിൽ എല്ലാ സപ്പോർട്ടും ചെയ്യും. അങ്ങനെ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടോ അതെല്ലാം നാം പ്രയോജനപ്പെടുത്തണം. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് നമ്മുടെ സഹോദരീ സഹോദരങ്ങളും കുട്ടികളും അടക്കം ശക്തമായ മഴയും കാറ്റും തണുപ്പും അവഗണിച്ചുകൊണ്ട് രാപകൽ നടത്തുന്ന സഹന സമരത്തിൽ നമ്മുടെ അതിരൂപതയുടെ നാനാഭാഗത്തു നിന്നും പിന്തുണയുമായി ദൈവജനത്തിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിന്റെ മുമ്പിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവേതനത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന അമ്മ പെങ്ങന്മാരും അവരുടെ കുട്ടികളും നമ്മളുടെ ഈ സഹന സമരം ഏറ്റെടുത്തു എന്നതിന് സഭാ പിതാക്കന്മാരെ വരെ ഭയചകിതരാക്കിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ആര് തന്നെ ആയാലും അവരിൽ യാതൊരുവിധ ക്രിസ്തീയതയും ഇല്ല എന്ന് ദൈവജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2000 വർഷങ്ങളായി നമ്മുടെ ദൈവപുത്രൻ നമുക്കായി ചാട്ടവാറിൽ അടിയേറ്റ് കുരിശുമരണം വരിച്ച് സ്ഥാപിച്ചതാണ് നമ്മുടെ ക്രൈസ്തവ സഭ. ആ സഭയെ തകർക്കാൻ നോക്കുന്ന വ്യക്തികൾ ഏവരെയും നമ്മൾ ഒന്നാകെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അനുദിന യേശുവിന്റെ തിരുബലിയിൽ പങ്കുചേരാൻ സാധിക്കാത്ത ദൈവജനമാണ് എറണാകുളം അതിരൂപതയിലുള്ളത്. കിലോമീറ്ററുകളോളം പോയി ആണ് നമ്മുടെ അതിരൂപതയിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നിട്ടുള്ള അനേകം ദൈവജനം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. നിത്യേന ദൈവബലി അർപ്പിക്കുവാനുള്ള ദേവാലയങ്ങൾ നമ്മളോ നമ്മുടെ പൂർവികരോ നിർമ്മിച്ചിട്ട് അവിടെ നിയമിച്ചിരിക്കുന്ന വിമത വൈദികർ സഭയെ ധിക്കരിച്ച് അവരുടേതായ പ്രബോധനങ്ങളും സ്വയം പ്രാർത്ഥനകളും കുർബാനയിൽ കുത്തി നിറച്ച് സഭാ അധികാരികളെ ധിക്കരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ചെയ്യരുതേ എന്ന് പ്രത്യേകം പറഞ്ഞ കാര്യം സഭാ മക്കളിലേക്ക് അടിച്ചേൽപ്പിച്ച് വിശ്വാസികളെ നിത്യനരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്നേഹമുള്ളവരെ, ഏതാനും ചില ദുഷ്ടാത്മാക്കളുടെ തന്നിഷ്ടത്തിനും അനുസരണക്കേടിനും വേണ്ടിയാണോ ഈശോ കുർബാനയായി മാറിയത്? പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് എഴുന്നള്ളി വരുവാൻ, നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ വരവും നോക്കി കാത്തിരിക്കുന്ന യേശുനാഥന്റെ തിരുസന്നിധിയിൽ അണയുവാനും ഈശോയെ സ്വീകരിക്കുവാനും അനുദിന ദീപബലിയിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്ത എത്രയോ സഹോദരീ സഹോദരന്മാരും കുട്ടികളും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. യോഹന്നാൻ 14:15. ദൈവം വസിക്കുന്ന ഇടങ്ങളിലെല്ലാം പരിശുദ്ധമാണ്. അത് ഒരിക്കലും പണത്തിന്റെയോ ലാഭത്തിന്റെയോ കച്ചവട ഇടങ്ങൾ ആകരുത്. അവിടെ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ദൈവത്തിന് തന്നെയായിരിക്കണം. ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തോട് സംസാരിക്കാനും ഇടമാകേണ്ട വിശുദ്ധ സ്ഥലം കച്ചവട സ്ഥലമായി അധപ്പതിച്ചതിൽ സങ്കടപ്പെട്ട് യേശു നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തുകൊണ്ട് സ്വർണം തീച്ചൂളയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് നമ്മുടെ സഭയെ യേശു ശുദ്ധീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്വയം പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് അനുഗമിക്കുവാൻ. ലൂക്ക 9:23. കഴിഞ്ഞ ഞായറാഴ്ച ജാർഖണ്ഡിലും ജബൽപൂരും വൈദികരെ ബന്ദികളാക്കിയും പള്ളിയും സ്കൂളും മറ്റും കൊള്ളയടിച്ചു എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാൾ അതിഭയാനകവും ദയനീയവുമായ കാഴ്ചയാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ അടുത്ത കാലത്തായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി ദൈവജനത്തെ ബന്ദികളാക്കിയും പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതച്ച് വൈദികർ പള്ളിയും സ്കൂളും സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്ത ഫയലുകൾ യഥാസമയം സഭാ കോടതിയിലേക്ക് അയക്കാതെ പൂഴ്ത്തിവെച്ചുകൊണ്ട് വിമതരെ ചേർത്ത് നിർത്തുകയും സഭയുടെ പ്രധാന കോടതിയായ ട്രിബ്യൂണൽ കോടതിയുടെ വിധി പോലും അനുസരിപ്പിക്കാതെയും സഭയെ ഭീകരരുടെ ശൈലിയിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഏവരെയും സഭാ വിശ്വാസികൾ അവരവർക്ക് ആകുന്ന രീതിയിൽ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. എറണാകുളം അങ്കമാലി വിമത വൈദിക ഗണങ്ങളെ നിങ്ങൾക്ക് തരുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള അൽമയർ നൽകുന്ന ഉപദേശം: തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ വൈദികരോടായി പറഞ്ഞിട്ടുള്ളത് വിശുദ്ധിയിലും ഐക്യത്തിലും ജീവിച്ച് മാതൃകാപരമായി ശുശ്രൂഷ ചെയ്യണമെന്നാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കട്ടെ.